ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് മാസ്റ്ററി ഹബിന്റെ പുതിയ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ച മറ്റായി ഒരു ക്ലാസ് വന്നിട്ട് ബിസിനസ് ക്ലാസ്സുകൾ എന്നും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷേങ്കിൽ പലപ്പോഴും സാധിക്കുന്നില്ല എന്ന്. എനിവേ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. കാരണം എല്ലാ ദിവസവും ബിസിനസ് വേണ്ട, ആഴ്ചയിൽ ഒരു ക്ലാസ് മതി. അത്രയും ബിസിനസ് അത്രയൊക്കെ ഇപ്പൊ ചെയ്താൽ പഠിച്ചാൽ മതിയല്ലേ. സന്തോഷത്തോടു കൂടി ഏറെ എന്താ പറയാ മറ്റൊരു സെഷനിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ ബിസിനസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം ബിസിനസ് മെന്റർഷിപ്പും ബിസിനസ് വെബിനാറുകളും എടുത്തതിന് ശേഷം വെബിനാറിന്റെ തുടർ വെബിനാർ ചെയ്യാനുണ്ട്. വെബിനാറുകൾ എടുത്തതിന് ശേഷം പലരും പല പറഞ്ഞൊരു കാര്യമാണ്, ഇതുവരെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു എന്നുള്ളത്, മനസ്സിലായി എന്നുള്ളത്. അത് യെസ്, പലപ്പോഴും ബിസിനസ്സിൽ എങ്ങനെ കൊണ്ടുപോകണം, ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതിരുന്ന കാലങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാക്കാൻ കുറച്ച് സമയം കൊണ്ടുള്ള ക്ലാസ്സുകൾ, അത് മാക്സിമം പോയാൽ 15-20 ദിവസം കൊണ്ട് മാത്രമുള്ള ക്ലാസ്സുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അത് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാം ബേസിക് ആണ്. ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ഏറ്റവും ആൾക്കാരെല്ലാം ബേസിക് ബിസിനസ് ചെയ്യുന്ന സാധാരണക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് സെൽഫ് എംപ്ലോയ്മെന്റ്, ഞാൻ ബിസിനസ് എന്ന് പറയുന്നതിനേക്കാളും സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുന്നവരാണ്. പക്ഷെ ബിസിനസ് അടുത്ത തലമാണ്. അതിന്റെ അപ്പുറത്തേക്ക് സെൽഫ് ഡ്രിവൺ ആയിട്ട് നമ്മൾ അവിടെ നമ്മളുടെ പ്രസൻസിൽ നിന്നുകൊണ്ട് ഒരുപാട് ആൾക്കാരെ നിർത്തിക്കൊണ്ട് നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ എല്ലാ ബിസിനസ്സുകളും വളരണം. അത്തരം ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പതുക്കെ പടിപടിയായിട്ടുള്ള മാറ്റങ്ങളിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഒറ്റയടിക്ക് വലിയ കാര്യങ്ങൾ സംസാരിച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഇത് ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കുറച്ചും കൂടി സമയം വേണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പറയുന്നത്. നോക്കൂ, ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് യെസ്, അത് തന്നെ, കസ്റ്റമറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ഇത് തന്നെയാണ് ഇന്നത്തെ വിഷയം ഞാൻ പറയുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിനെ, എല്ലാവർക്കും ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എല്ലാവരും ബിസിനസ് പ്രോഫിറ്റ് മേക്കേഴ്സ് ആണ് എന്നറിയാം. അപ്പോ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ എല്ലാ ബിസിനസിന്റെയും അടിസ്ഥാന വിജയം എന്ന് പറയുന്നത്. കസ്റ്റമറിനെ എങ്ങനെ നമുക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ പറ്റും, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്, അതുപോലെ ഇരിക്കും നമ്മുടെ ബിസിനസിന്റെ വളർച്ചയും തളർച്ചയും. അങ്ങനെ വരികിൽ ഒരാൾക്ക് ബിസിനസ്സിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അവർക്ക് കസ്റ്റമറുമായിട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും, അല്ലെ? അപ്പൊ ഇന്ന് എങ്ങനെയാണ് നമ്മൾ കൃത്യമായി കസ്റ്റമറെ ആകർഷിച്ചെടുക്കുന്നത് എന്ന് ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒക്കെ, അല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒക്കെ എന്റെ മുമ്പിലുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു ചോദ്യമാണ്, നിങ്ങളടുത്ത് കസ്റ്റമേഴ്സ് വരുന്നത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് സംസാരിക്കുന്നത് നിങ്ങളുടെ മുഖഭാവം, നിങ്ങളുടെ പെരുമാറ്റം അനുസരിച്ചായിരിക്കുമോ, അല്ല നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ബിസിനസ് അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സ് വെറുതെ വന്ന് വാങ്ങിച്ചു പോവുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഇൻവോൾവ് ആയ ഒരു ബിസിനസ്സിനകത്ത് നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ എന്താ പറയാ പ്രകടനവും അനുസരിച്ചായിരിക്കുമോ കസ്റ്റമേഴ്സ് നിങ്ങളോട് പെരുമാറുന്നത്? അല്ല കസ്റ്റമേഴ്സ് വെറുതെ നിങ്ങൾ എങ്ങനെ പെരുമാറി കസ്റ്റമേഴ്സ് പ്രശ്നമില്ല, അവർ നിങ്ങളുടെ അടുത്ത് സാധനം മേടിക്കുകയോ ചെയ്യുകയാണോ ചെയ്യുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. രണ്ടുമാണോ? നമ്മുടെ പെരുമാറ്റം അനുസരിച്ചാണോ കസ്റ്റമർ നമ്മളെ കൂടെ നമ്മൾ സാധനം വാങ്ങിച്ചു പോകുന്നത്? നമ്മുടെ ഭാവം അനുസരിച്ചാണോ? അല്ല ഇതൊന്നുമല്ല, കസ്റ്റമർ വെറുതെ വന്നിട്ട് പോവുകയാണോ എന്നുള്ളതാ ചെയ്തത്. യെസ്, അതായത് നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഭാവത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പൊ ഹസീനയുടെ ഒരു ബ്യൂട്ടി പാർലർ, ഹസീന അവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർ ഒന്ന് പറഞ്ഞ മൈൻഡ് ഇല്ലാതെ, ഒരു പുഞ്ചിരി ഇല്ലാതെ, ഞാൻ വലിയ എന്തോ സംഭവമാണ് എന്ന് കരുതി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആകുന്ന ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന നിങ്ങൾ എത്ര പേര് ഹസീന എടുത്ത് വീണ്ടും പോകും? ഇതെല്ലാവർക്കും അറിയുന്ന തത്വമാണല്ലേ, എല്ലാവർക്കും അറിയാം. പ്രശസ്ത ബിസിനസ് കോച്ചായ ഡോക്ടർ വെയിൻ ഡെയർ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയുടെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കച്ചവടം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയുടെ പ്രതിഫലനമാണ്. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എങ്ങനെ ആൾക്കാരോട് പെരുമാറുന്നു, നിങ്ങൾ ഏത് രീതിയിൽ ആൾക്കാരെ കാണുന്നു, അവരോട് പെരുമാറുന്നു, അവരെ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കുള്ള ബിസിനസിന്റെ വളർച്ചയും തളർച്ചയും. ഇതെല്ലാവർക്കും കൃത്യമായി അറിയുന്ന കാര്യം തന്നെയാണ്.
പക്ഷേ വിഷയം എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഇത് പലപ്പോഴും മറന്നു പോകും. ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം, പക്ഷെ നമ്മുടെ മൂഡസ്റ്റിങ് അല്ലെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മൾ കസ്റ്റമറോട് ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയില്ല. ഇതനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ മാറ്റമുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും ഈ ബിസിനസ് ക്ലാസ്സിലൊക്കെ വന്നിട്ട് എന്നോട് 1 to 1 എടുത്ത് സംസാരിക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ്, ഞാനും ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ നല്ലോണം കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, നല്ല പ്രൊഡക്റ്റുമാണ് എൻ്റെ ഉള്ളത്, നല്ല പരസ്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്, പക്ഷേ കസ്റ്റമേഴ്സ് വരുന്നില്ല, പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നില്ല. എത്ര നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് അറിയാം, വിറ്റ് പോകുന്നില്ല. എന്താണ് കാരണം? മാർക്കറ്റിംഗ് ഉണ്ട്, നല്ല ഫുൾ ടൈം 24/7 ഓപ്പൺ ആണ് ഷോപ്പ്, നല്ല പ്രൊഡക്റ്റുമാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല പരസ്യമുണ്ട്, പക്ഷെ ഒരു പ്രാവശ്യം മേടിച്ച കസ്റ്റമർ വീണ്ടും വരുന്നില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വളരെ കുറവാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇതിന് ഉത്തരം ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എത്ര പേർക്കറിയാം എന്തുകൊണ്ടായിരിക്കും അത്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നല്ല സാധനം, സന്തോഷം, ഉഴുന്ന് വെളിച്ചെണ്ണ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്തുകൊണ്ടാണെന്നറിയോ? ടൈപ്പ് ചെയ്ത് ഉത്തരം ടൈപ്പ് ചെയ്തിട്ട്. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ അത് വാങ്ങിക്കാൻ വരാത്തത്? നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, 24/7 ഓപ്പൺ ആണ്, പരസ്യമുണ്ട്, പക്ഷെ ബിസിനസ് വളർച്ച വരുന്നില്ല. അതെ, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ബിസിനസിന്റെ വിഷയം എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതെല്ലാം പുറമേ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ആ ബിസിനസിന്റെ മുതലാളിയുടെ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ അതിനെ നടത്തിക്കുന്ന ആൾക്കാരുടെ അകമേ സംഭവിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് ചെയ്തു, നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് വെച്ചു, പക്ഷെ അതിനനുസരിച്ചുള്ള മാനസികമായ മാറ്റം നിങ്ങളിൽ ഇല്ലെങ്കിൽ ഇത് സംഭവ്യമാകില്ല. വാട്ട് യു തിങ്ക് യു ബിക്കം, വാട്ട് യു ഫീൽ യു അട്രാക്ട്. നമ്മൾക്ക് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതുപോലെ കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ എന്താണ് മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യുന്ന വർക്ക്, എന്റെ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അത് മാത്രമേ പുറമേ ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു വലിയ രസമുള്ള കാര്യമുണ്ട്. ഈ ബിസിനസ്സുകാർക്ക് മിക്കവരുടെയും വിഷയം എന്താണെന്ന് വെച്ചാല്, ബിസിനസ്സുകാർക്ക് എന്നല്ല, ഈ പറഞ്ഞ 1 to ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ വിഷയം, അവരുടെ പ്രൊഡക്റ്റിന്റെ എന്താണ് അതിന്റെ യഥാർത്ഥ വശം എന്ന് അവർക്ക് പോലും അറിയില്ല. ഇത് മിക്ക ആൾക്കാർക്കുള്ള വിഷയമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു സംഭവം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അവരതിന്റെ പൈസ പറയും. പക്ഷെ ഓക്കെ, ഇതെന്തിനാണ്, ഇതിന്റെ ആവശ്യം എന്താണ്? അപ്പോഴും പറയും ഇതെല്ലാവരും വാങ്ങിക്കുന്ന സാധനമാണെന്ന്, ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇരിക്കട്ടെ. അല്ല, എന്തിനാണ് ഇതിന്റെ ആവശ്യം? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ്? ഇത് മനസ്സിലാക്കുന്ന വളരെ കുറവാണ് ആൾക്കാർ. നല്ല ബിസിനസ്സുകാരുടെ, സാധാരണ ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ വിഷയം ഇത് മനസ്സിലാക്കുന്നില്ല, അവരതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നുമില്ല. എന്തോ വിറ്റ് പോകുന്നു, എന്തോ സാധനം പോകുന്നു, കുറെ സാധനം കടയിൽ വാങ്ങിച്ചു വെച്ചു, ഒന്നും വിൽക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതാരാണ് ഇതിന്റെ കസ്റ്റമേഴ്സ്? എന്താണ് കസ്റ്റമേഴ്സ്? പണ്ടാരോ പറഞ്ഞൊരു കഥയുണ്ട്, ഒരു ചെറിയൊരു കഥയാണ്. ഒരാൾ ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് തുടങ്ങുന്നത് എവിടെയായിരിക്കണം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൂടുന്ന സ്ഥലത്താണ് റെസ്റ്റോറന്റ് തുടങ്ങുക, അല്ലെ? ജനങ്ങൾ, അല്ലെ? മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫണ്ടമെന്റലി പഠിക്കുന്നത്, ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് 4 ആൾ കൂടുന്ന സ്ഥലം, 10 പേർ കൂടുന്ന സ്ഥലമാണ് ഏറ്റവും. അപ്പൊ ടെക്നിക്കലി കറക്റ്റ് ആണ്, 4 ആൾ കൂടുന്ന സ്ഥലത്താണ് റെസ്റ്റോറന്റ് തുടങ്ങുന്നത് എങ്കിൽ, എന്നിട്ട് അത് പഠിച്ചു, അത് മനസ്സിലാക്കി, 4 ആൾ കൂടുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ വരും ഒന്നൊക്കെ മനസ്സിലാക്കി ഒരാൾ പോയിട്ട് റെസ്റ്റോറന്റ് തുടങ്ങി. എവിടെയാന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറി പോകുന്ന ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി അയാൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. പക്ഷെ ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ക്ഷേത്രത്തിൽ രാവിലെ ചായയും പലഹാരവും, ഉച്ചയ്ക്ക് ചോറും, വൈകുന്നേരത്തെ സദ്യ ഊണും കൊടുക്കുന്ന 3 നേരം അന്നദാനം നൽകുന്ന ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇയാൾ പോയി റെസ്റ്റോറന്റ് തുടങ്ങിയത്. എന്തായിരിക്കും അവസ്ഥ? ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ 4 ആൾ, ഇത് ടെക്നിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാ പഠിക്കുക, അല്ലേ? അതേപോലെ പള്ളിയിലായാലും ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പോ ബിസിനസ് എവിടെ തുടങ്ങണം, ഏത് കസ്റ്റമറാണ് എന്നിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഫുൾ വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ, ഒരു കോളനിയിൽ, അവിടെ അധികം ആൾക്കാരും ബ്രാഹ്മിൺസോ അങ്ങനെയൊക്കെ എന്ന് പറയാം. വെജിറ്റേറിയൻ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ബ്രാഹ്മിൺസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചത്, അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ജാതീയ ചിന്തയിലല്ല, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അവിടെ പോയിട്ട് ഒരു നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ?
കച്ചവടം ഉണ്ടാവുമോ? അവിടെ പോയി ഫഹാമും എന്തെന്ന സാധനത്തിന്റെ പേര്, ഇങ്ങനെയുള്ള കുറെ സാധനം വെച്ചിട്ടുള്ള റെസ്റ്റോറന്റ് തുടങ്ങി എന്തായിരിക്കും അവസ്ഥ? നോക്കൂ, സമയം അത് എന്ന് വെച്ചാൽ അതിന്റെ ഒരു സോഷ്യൽ റെവല്യൂഷനെ പറ്റി അല്ല ഞാൻ പറയുന്നത്, സാധ്യത കുറവാണ് അത്തരം സ്ഥലങ്ങളിൽ, ഇത്രയും സാഹചര്യം ഇപ്പൊ കുറെ മാറിയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇപ്പൊ സാധ്യത. അപ്പോ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ട് നമ്മൾ അതിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നത് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ ബുദ്ധൻ പറഞ്ഞ ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്, വാട്ട് യു തിങ്ക് യു ബിക്കം, വാട്ട് യു ഫീൽ യു അട്രാക്ട്. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം അവിടെ പോകുമ്പോഴേ അയാൾക്ക് അറിയാം, യോ ഇത് നടക്കൂ, ഇതെന്നെ കൊണ്ട് സാധിക്കുന്നു, ഇവിടെ കാര്യമുണ്ടോ എന്നുള്ള തോന്നൽ അകത്ത് വരികയും ചെയ്യും, അത് ഫെയിലാവുകയും ചെയ്യും. എവിടെയാണ് ഇതിന്റെ പ്രധാനമായിരിക്കുന്നത്? നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണോ അതേ രീതിയിലായിരിക്കും നമ്മുടെ ബിസിനസിന്റെ ദിശ ഉണ്ടാവുന്നത്. എനിക്ക് എന്റെ ബിസിനസ് അടുത്ത വർഷം എവിടെ എത്തണം എന്നറിയാത്ത ഒരാൾക്ക് എന്ത് ബിസിനസ് അയാൾ ചെയ്യുക, എന്ത് ഇംപ്രൂവ്മെന്റ്സാ ചെയ്യുക? അപ്പൊ ബിസിനസ് ഓരോ ദിവസവും ഇന്ന് എത്രയായിരിക്കണം, ഇന്നലെ എത്രയായിരുന്നു, നാളെ എത്രയായിരിക്കണം എന്ന് കൃത്യമായ കണക്ക് ഇല്ലാത്തല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിസിനസ് മെന്റർഷിപ്പ് ക്ലാസ്സിൽ ഓരോ ആളെ ഇരുത്തി പഠിപ്പിച്ചാണ്, കണക്ക് വെക്കണം കൃത്യമായി. കഴിഞ്ഞ മാസത്തെ കച്ചവടം എത്ര എന്ന് വെച്ചാൽ, ഞാൻ അതുകൊണ്ട് നേരത്തെ കിഷോർ സാറിനോട് ചോദിച്ചത്, എത്ര കഴിഞ്ഞ മാസം, എന്ത് നേടി? അപ്പൊ ഒരു കൃത്യമായ ഉത്തരം നമുക്കില്ല. ആ കൃത്യമായ ഉത്തരം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്തോ റൈറ്റ് എടുത്തോ അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ എന്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര ആവണം, റൈറ്റ് സൈഡിൽ എത്ര ആവണം എന്ന് കൃത്യമായ കണക്ക് നമ്മളിൽ ഇല്ലാതിരിക്കുമ്പോൾ നമുക്കിത് സാധ്യമാവില്ല. ഇതാണ് ബിസിനസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് ശരിയായ രീതിയിൽ എത്തണമെങ്കിൽ ശരിയായ കണക്ക് കൂട്ടലുകൾ വേണം. ആ കണക്ക് കൂട്ടലില്ലാതെ ഒരിക്കലും ബിസിനസ് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അത് സത്യമായുള്ള കാര്യം. ജീവിതം തന്നെ എങ്ങനെയാണ്, ബിസിനസ് വളരെ രീതിയിൽ. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഓരോ ബിസിനസ്സിനും ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും. ആരാണോ ഇത് നിയന്ത്രിക്കുന്നത് അയാളുടെ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ് ആ ബിസിനസ്സിൽ കാണുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് നല്ലൊരു ക്യാരക്ടറായി നല്ലതായി മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവം അതിനനുസരിച്ച് പാകപ്പെട്ടു പോകണം, എങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ. പണ്ട് വരവേൽപ്പ് എന്ന സിനിമയിൽ നമ്മുടെ ബിസിനസ് ഗൾഫിൽ നിന്ന് പോയിട്ട് തിരിച്ചു പോയിട്ട് മോഹൻലാൽ എന്ന കഥാപാത്രം ഒരു ബസ് വാങ്ങിക്കുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, വളരെ വലിയൊരു ഇതാണ്. എത്ര സമ്മർദ്ദം തോന്നിയാലും എത്ര വിഷയങ്ങളിലൂടെ കടന്നു പോയാലും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ ജോലിക്കാരോട് പെരുമാറാവൂ എന്ന്. അത് വലിയൊരു സത്യമാണ്. കാരണം നമുക്ക് പൊതുവെ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഒരു മിസ്റ്റേക്കിൽ ചിലപ്പോൾ 4 വാക്കുകൾ പറഞ്ഞെന്ന് വരും. പക്ഷെ അതിന്റെ റിസൾട്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, അവൻ അതിന് പകരം 4 മിസ്റ്റേക്കുകൾ ചെയ്തു. നമ്മൾ ഒരു വാക്ക് പറഞ്ഞതിന് 4 മിസ്റ്റേക്ക് വെച്ച് അവൻ ചെയ്യും. അപ്പൊ 4 വാക്ക് പറഞ്ഞാൽ 12 മിസ്റ്റേക്ക് അവൻ പർപ്പസിൽ ചെയ്തു വെക്കും. ഒരു ബിസിനസ് തകർന്നു പോകാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ റെക്കോർഡിങ്ങിനായതുകൊണ്ട് എനിക്ക് പരാമർശിക്കാൻ പറ്റില്ല. അതുപോലെ ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവങ്ങളുള്ള കുറെ വലിയ വലിയ ബിസിനസ്സുകാരുടെ അനുഭവങ്ങളുണ്ട്. കൂടെ നിന്ന് വിശ്വസിച്ച് ചതിച്ചവരുടെ കണക്ക്. എന്തുകൊണ്ട് ചതിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം, പണ്ട് ഇയാൾ മറ്റൊരാളെ ചതിച്ചത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇയാൾക്ക് പണി കൊടുത്തു എന്ന് പച്ചക്ക് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെയൊക്കെ ഗൾഫിലൊക്കെ വലിയ ബിസിനസ്സുകാരനായി ഇപ്പൊ ഒന്നും ഇല്ലാതെ കിടക്കുന്ന ആൾക്കാരുടെ കഥ. അപ്പോൾ ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയാണ്, നമ്മുടെ മനസ്സിന്റെ തലങ്ങളാണ്, മനസ്സിന്റെ പാകപ്പെടുത്തലുകളാണ് നമ്മൾ ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ മൈൻഡ് പവർ എന്നാണ് പറയുന്നത്. ആ മൈൻഡ് പവറിലൂടെ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് സക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓരോ ബിസിനസ്സിനും ഒരു എനർജി ബ്രാൻഡിങ് ഉണ്ട്. എനർജി ബ്രാൻഡിങ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ പറ ലുലു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരമാണ് വരുന്നത്? ഒരു പ്രത്യേക വികാരം നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ലുലു എന്ന് കേൾക്കുമ്പോൾ. എല്ലാവർക്കും പോസിറ്റീവ് വികാരം തന്നെയാണ്. 99% ആൾക്കാർക്കും ലുലു എന്ന് കേൾക്കുമ്പോൾ പോസിറ്റീവ് വികാരമാണ് വരുന്നത്. കല്യാൺ സിൽക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് വികാരമാണ്. പോത്തീസ് എന്ന് കേൾക്കുമ്പോൾ പോസിറ്റീവ് വികാരമാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റു കുറെ ഉദാഹരണങ്ങൾ ഉണ്ടാവാം. മലബാർ ജ്വല്ലേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വികാരം ഉണ്ടാവും. ഈ വികാരം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണത്. അതാണ് ആ ബ്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എനർജി ബ്രാൻഡിങ് ആണ് ഒരു ബിസിനസിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. അങ്ങനെ എനർജി ബ്രാൻഡിങ് ഉണ്ടാക്കുമ്പോൾ 2 ഘടകങ്ങളുണ്ട് അതിനകത്ത്. 2 ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ എനർജി ബ്രാൻഡിങ് ഉണ്ടാവുള്ളൂ. ഞാൻ ഉദാഹരണം പറയാം. യൂസഫ് അലിനെ അറിയാത്ത ഒരാളും ലുലുവിനെ അറിയില്ല. ലുലു അറിയുന്ന എല്ലാവർക്കും യൂസഫ് അലി സാറിനെ അറിയാം. ലുലുവിന്റെ എനർജിയും യൂസഫ് അലി സാറിന്റെ എനർജിയും രണ്ടും ഒന്നാണോ രണ്ടാണോ? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ ഉത്തരം. യൂസഫ് അലി സാറിന്റെ എനർജിയും
ലുലുവിന്റെ എനർജിയും നിങ്ങളെ സംബന്ധിച്ച് ഒന്നായി തോന്നുന്നു, രണ്ടായി തോന്നുന്നു. ടൈപ്പ് ടൈപ്പ് ഫസ്റ്റ് ടൈപ്പ് 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 ടൈപ്പ്. കല്യാൺ രാമനെ കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം, അത്ര വലിയ ഫേമസ് ആയിട്ട് പുറത്തു വരുന്ന ഒരാളല്ല. കല്യാണ രാമനെ അറിയുന്നയാളും കല്യാൺ സിൽക്കും അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സും അറിയുന്നയാൾ. ബോച്ചയുടെ കുറെ ആൾ ബോച്ചയുടെ കാര്യങ്ങളുണ്ട്. ബോച്ച അറിയുന്നയാളും ബോച്ച എന്ന് പറഞ്ഞ ബ്രാൻഡിനെ അറിയുന്നയാളും ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിനെ അറിയുന്നയാളും. ഇത് രണ്ടും എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോ ഒരു ബിസിനസ്സിന് 2 ബ്രാൻഡിങ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ലോഗോ, ഡിസൈൻ, മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ആ സ്ഥാപനം, അതിന്റെ ലോഗോ, അതിന്റെ ഡിസൈനിങ്, അതിന്റെ മാർക്കറ്റിംഗ് ആകുന്ന ആ സ്ഥാപനം, അത് ഒരു എനർജി ബ്രാൻഡാണ്. രണ്ടാമത്തെ എനർജി ബ്രാൻഡ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എനർജിയും അയാളുടെ സ്മൈലും അയാളുടെ ആറ്റിറ്റ്യൂഡുമാണ്. ഇത് പുതിയ എല്ലാ ബിസിനസ്സിലും ജോയി ആലുക്കാസ്, ജോയി അറിയുന്നവർ എങ്ങനെയാ ജോയി സാറിന് അറിയുന്നവർ എങ്ങനെയാ അവനോട് പെരുമാറുക? വളരെ മിതമായി, വളരെ പുഞ്ചിരിച്ച്, വളരെ സോഫ്റ്റായി ആൾക്കാരോട് പെരുമാറുന്ന ഒരു വ്യക്തി. യൂസഫ് സാറിനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എനർജറ്റിക്കായി ടിക് ടിക് ടിക്കായി നടക്കുന്ന, എന്നാൽ ചിരിച്ച് ആൾക്കാരോട് മിതമായി പെരുമാറുന്ന വ്യക്തി. ഇതേ മിതത്വമല്ലേ ലുലുവിലും കാണുന്നത്? ഇതേ ലാളിത്യമല്ലേ ലുലുവിലും കാണുന്നത്? എത്ര പ്രൗഢഗംഭീരമായിട്ട് ലുലുവിന്റെ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിലും അവിടെ എല്ലാം ഒരു മിതത്വം കാണാം, എല്ലാത്തിലും. ഇത് ആ വ്യക്തിയുമായി കണക്ട് ചെയ്തിരിക്കും. ഇതാണ് എനർജി ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം. അകത്തുള്ള ബ്രാൻഡിങ്ങും പുറമേയുള്ള ബ്രാൻഡിങ്ങും. യഥാർത്ഥത്തിൽ അകത്തുള്ള ബ്രാൻഡിങ് ആണ് എക്കാലവും കൊണ്ട് നടക്കാൻ പറ്റുക. പുറമേയുള്ള ബ്രാൻഡിങ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. ലോഗോ ചേഞ്ച് ചെയ്യാം, ഡിസൈൻ ചേഞ്ച് ചെയ്യാം, മാർക്കറ്റിംഗ് ചേഞ്ച് ചെയ്യാം, മറ്റു തലങ്ങളിലേക്ക് പോകാം. പക്ഷെ അകമേയുള്ള ബ്രാൻഡിങ് ആണ് യഥാർത്ഥത്തിൽ ബ്രാൻഡിങ്. അതനുസരിച്ച് മാത്രമേ ആൾക്കാർ ആ ബിസിനസിനെ കാണുകയുള്ളൂ. നിങ്ങളോട് വീണ്ടും പറയാം, നിങ്ങൾ ചെറുകിട ബിസിനസ് ചെയ്താലും കുഴപ്പമില്ല, വലിയ ബിസിനസ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളുടെ വ്യക്തിത്വം എന്താണ്? ഇപ്പൊ ഞാനൊരു കാര്യം, 10-200 ആൾക്കാർ, 150-200 ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കണ്ടിട്ടാണോ ദിനേശ് സാറിന്റെ പുഞ്ചിരിയും എനർജിയും കണ്ടിട്ടാണോ? ഇതിലേതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ഏതാണ്? ഓക്കെ, പ്ലാറ്റ്ഫോമും രണ്ടും വേണം അല്ലെ? അതില്ലെങ്കിൽ ഇതുണ്ടാവില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന എന്താണ്? നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന എന്താണ്? ഞാൻ സംസാരിക്കുന്ന രീതിയും ഞാൻ നിങ്ങളോട് പെരുമാറുന്ന പെരുമാറ്റവും ആ രീതികളുമാണ് നിങ്ങൾ ഇവിടെ ഇരുത്തുന്നത്. അതേപോലെ ഇതെന്റെ ബിസിനസ്സാണ്. ഈ ബിസിനസ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മളെടുത്ത് വരുന്ന ഒരു കസ്റ്റമറോടും നമ്മൾ പെരുമാറേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് പ്രസീതയെ വിളിക്കുന്നു. പ്രസീത 10 പ്രാവശ്യം വിളിച്ചതും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല, ഒരു റെസ്പോൺസും ഇല്ല. ഓക്കെ, വേണോ കോഴ്സ് ഉണ്ട്, വേണം ജോയിൻ ചെയ്തു കേട്ടോ എന്നും പറഞ്ഞ് കട്ട് ചെയ്തു. നിങ്ങൾ എത്ര പ്രാവശ്യം വിളിക്കും? പിന്നെ നിങ്ങൾ വഴിക്ക് പോകും, വേറെ വഴിക്ക് കയറി പോകും അല്ലെ? നമ്മളുടെ പെരുമാറ്റമാണ് നിങ്ങളെവിടെ എത്തിക്കുന്നത്, മറ്റൊന്നുമല്ല. ഞാൻ ഇവിടെ നൽകുന്ന ക്ലാസും എന്റെ പെരുമാറ്റവും പ്രസീത നിങ്ങളോട് കണക്ട് ചെയ്യുമ്പോഴുള്ള പെരുമാറ്റവും എല്ലാം നിങ്ങൾക്ക് കണക്റ്റായ മാത്രമാണ് നിങ്ങൾ ഇവിടെ നിന്നിരിക്കുക, അല്ലെങ്കിൽ ഇരിക്കില്ല. പ്രസീത മാത്രം വിചാരിച്ച് ഞാൻ എടുക്കുന്ന ക്ലാസ് നല്ലതല്ലെങ്കിൽ അത് നടക്കൂല. ഞാൻ മാത്രം വിചാരിച്ചിട്ട് വിളിക്കുമ്പോൾ പ്രസീത നല്ല റെസ്പോണ്ട് തരുന്നില്ലെങ്കിൽ അതും നടക്കൂല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കണക്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും ഒരേപോലെ ഉണ്ടായാൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ നേരത്തെ ലെഫ്റ്റ് വർക്ക് ചെയ്തോ റൈറ്റ് വർക്ക് ചെയ്തോ, ഇതിന്റെയൊക്കെ സൈക്കോളജിയാണ്. നിങ്ങൾ ഈ ലെഫ്റ്റും റൈറ്റിനെ ഒരുപോലെയാണോ കാണുന്നത് എങ്കിൽ നിങ്ങൾ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതിനാണ് ട്രെയിൻ ചെയ്യേണ്ടത്. ഇതിനാണ് മൈൻഡ് മാസ്റ്ററി പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരാളും നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയം മറ്റൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഞാനിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, നിങ്ങളത് എത്രത്തോളം കണക്ട് ചെയ്യാൻ. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കോഴ്സ് നിങ്ങളുടെ ബിസിനസിനെ വളർത്തും. ഒരു വാക്കാണ് ഈ കോഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, ഈ കോഴ്സ് നിങ്ങളുടെ ബിസിനസിനെ വളർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ആ കോഴ്സ് എടുക്കും? ഇനി രണ്ടാമത് ഞാൻ മറ്റൊരു രൂപത്തിൽ പറയുന്നു, ഈ കോഴ്സ് എടുത്താൽ നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ ആകർഷിക്കാൻ പറ്റും. ഇതിൽ ഏതിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? ഒന്നാമത്തെയോ രണ്ടാമത്തെയോ? ഒന്നുകൂടി പറയാം,
ഞാനൊരു കോഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാണ്. ഞാൻ പറയുന്നത് എങ്ങനെയാണ്, ഈ കോഴ്സ് നിങ്ങളുടെ ബിസിനസിനെ വളർത്തും. ഒന്നാമത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ കോഴ്സ് എടുത്താൽ നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ ആകർഷിക്കാൻ പറ്റും. ഇത് രണ്ടും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിൽ ഒന്നാമത്തെ സെലക്റ്റീവ്, രണ്ടാമത്തെ സെലക്റ്റീവ് എന്നാണ്. ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ യൂട്യൂബ് കാണുന്ന വീഡിയോ കാണുന്ന നിങ്ങളോട് ചോദിക്കുന്നു. ഇവിടെ കമന്റ് ചെയ്ത് ഞാനിപ്പോ പറയുന്നില്ല. നിങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാണെന്ന് തീരുമാനിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു കോഴ്സ് തരുന്നു, ആ കോഴ്സ് എടുത്താൽ നിങ്ങളുടെ ബിസിനസ് വളരും. അതാണോ നിങ്ങൾക്ക് സുചിതമായി തോന്നുന്നത്? അല്ല, ആ കോഴ്സ് ഞാൻ പറയണം, ആ കോഴ്സ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സിനെ വളർത്താൻ സാധിക്കും. തോറ്റുപോയ ആൾക്കാരെല്ലാം ഇതെല്ലാം പറയുന്നത് ഉത്തരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തോറ്റുപോയവനാണ് ജയിച്ചവനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, തോൽക്കുന്നവനാണെങ്കിൽ ഒന്നാമത്തെ ഉത്തരം അവൻ സെലക്ട് ചെയ്യും. ജയിക്കുന്നവരെല്ലാവരും രണ്ടാമത്തെ ഉത്തരം സെലക്ട് ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയോ? തോൽക്കാൻ തയ്യാറായവൻ വിചാരിക്കും അവൻ കൂടുതൽ ചിന്തിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ തോക്കുന്നത്. ഈ കോഴ്സ് എടുക്കുക, ഞാൻ വിജയിച്ചു. അതെങ്ങനെ സാധ്യമാകും? നിങ്ങൾ കോഴ്സ് എടുത്താൽ ഞാൻ വിജയിക്കും, കാരണം എന്റെ കോഴ്സ് വിറ്റുപോകും, അല്ലേ? പക്ഷെ ഈ കോഴ്സ് എടുത്തിട്ട് പഠിച്ച് മനസ്സിനെ മാറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. ഇത് ഒരേ സ്റ്റേറ്റ്മെന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഒരാളുടെ വിജയവും പരാജയവും സംബന്ധിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള കസ്റ്റമേഴ്സ്, കച്ചവടക്കാരുടെ ശ്രദ്ധിച്ചു നോക്കാം അവരെങ്ങനെയാണ് പറയുന്നത്. ഒരു ചായക്കടക്കാരനോട് പോയിട്ട് നിങ്ങൾ പറയാണ്, ഓ എങ്ങനെയുണ്ട് ചായ കച്ചവടമൊക്കെ എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്ന മറുപടിയിലിരിക്കും അയാളുടെ ബിസിനസ് എന്ന്. റേഷൻ ഷോപ്പ് നടത്തിയിട്ട് അനിത പറയുന്നു, എന്ത് ചെയ്യാനാ, ഇപ്പൊ എല്ലാവർക്കും APL കാർഡ് ആയിപ്പോയില്ലേ. APL കാർഡ് പറയുന്നു, എന്ത് ചെയ്യാനാ. ഭയങ്കര വൈരുദ്ധ്യമുള്ള ഒരു കാര്യമാണ്. APL കാർഡ് കിട്ടുന്ന ആർക്കാണ്? സമൂഹത്തിൽ കുറച്ച് നിലയും ആ രീതിയിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ആൾക്കാർക്കാണ്. അതിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും, ഞാൻ അതിലേക്ക് വരുന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് സ്റ്റാമ്പ് ചെയ്യാണ്, നിങ്ങൾ കുറച്ച് അപ്പർ ക്ലാസ് ആണ് എന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അവനത് അംഗീകരിക്കാൻ തയ്യാറില്ല. പക്ഷെ അവന്റെ യഥാർത്ഥ ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് അപ്പർ ക്ലാസ് ആയാൽ മതി, മിഡിൽ ക്ലാസ് ആയാൽ മതി, ലോവർ ക്ലാസ് മിഡിൽ ക്ലാസ് ആയാൽ മതി എന്ന് നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ കാർഡ് കാണുമ്പോൾ BPL കിട്ടിയില്ലെങ്കിൽ പറയും, എന്റെ കാര്യം പോക്കാണ്. ഇതല്ലേ പറയണേ? യഥാർത്ഥത്തിൽ അവൻ ദിവസവും പണിയെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? APL ആവാൻ വേണ്ടിയിട്ടാ, അല്ലേ? പക്ഷെ അവൻ APL കിട്ടിയപ്പോ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് BPL വേണ്ട. എന്തിനാണ്? ഫ്രീ കിട്ടാൻ വേണ്ടി, ആനുകൂല്യം വേണ്ടി. ഇതാണ് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത. ഇത് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തുണ്ടാകുന്നു, എന്ത് നമ്മൾ വിൽക്കുന്നു എന്നതിനനുസരിച്ചല്ല, എങ്ങനെ നമ്മൾ അതിനെ കാണുന്നു എന്നതിനനുസരിച്ചാണ്. എത്ര പേർക്ക് അവരവർ ചെയ്യുന്ന, ഞാൻ എല്ലാവരുമായിട്ടുള്ള ചോദ്യമാണ്, ബിസിനസ് ചെയ്യുന്നവരുടെ എല്ലാവരുടെ ചോദ്യം, എത്ര പേർക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് സൂപ്പർ ആണെന്ന് പറയാൻ പറ്റുന്നവരുണ്ട്? എന്റെ ബിസിനസ് സൂപ്പറാണ് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് എന്റെ മുമ്പിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കിയുള്ള കമന്റ് ആയിട്ട് നിങ്ങൾ യൂട്യൂബ് കാണുന്നവരും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, നിങ്ങളുടെ സ്വന്തം ബിസിനസിനെ പറ്റി അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. എന്താണെന്നറിയോ? ഇതാണ് നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയും തളർച്ചയും തീരുമാനിക്കുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറിയാൽ മാത്രമാണ് സക്സസ് ആവുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് മാറാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും സംഭവ്യമാവില്ല. ബിസിനസ്സിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നതാണ്, അല്ലെ മൈൻഡ് സെറ്റ് ആണ് നിങ്ങളുടെ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലാണോ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് നഷ്ടത്തിലാണ്. നിങ്ങളുടെ ബിസിനസ് ലാഭത്തിലാണോ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവാണ്. ഇത് മാറ്റുക. ഇതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിരന്തരം സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ 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 ലളിതമായി ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം കൊണ്ട് നടക്കുന്നത്. അതുപോലെ നമ്മൾ പല ചെറിയ ചെറിയ ടെക്നിക്കുകളിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരുപാട് തിയറി പഠിപ്പിച്ചിട്ട് നിങ്ങളെ മാറ്റുന്നതല്ല. മൈൻഡ് മാസ്റ്ററിങ്, അല്ലെങ്കിൽ മാസ്റ്റർ യുവർ മൈൻഡ്, ട്യൂൺ യുവർ മൈൻഡ് എന്ന് പോലുള്ള നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ബിസിനസ് മെന്റർഷിപ്പ് പോലുള്ള ക്ലാസ്സുകളും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സിനെ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം എന്നതിനൊക്കെ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ പഠിച്ച് മനസ്സിലാക്കി പോവേണ്ട കാര്യങ്ങളാണിത്. അതുകൊണ്ട് പഠിക്കുക തന്നെ വേണം, അറിയുക തന്നെ വേണം. ഏറ്റവും കൂടുതൽ സത്യമായിട്ട് പറഞ്ഞു, ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും 90% ബിസിനസ്സുകളും പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്.
അതിൽ ഭാഗ്യവും അഭാഗ്യ ഘടകങ്ങളൊക്കെ മറ്റു രൂപത്തിൽ പറയാം. 90% പരാജയപ്പെടും. പിന്നെ കുറച്ചൊക്കെ ഉണ്ട്. നമുക്ക് നാല് കാര്യങ്ങൾ അല്ലെ 5 കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം, ദൈവികം, ആദി ഭൗതികം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ നമ്മൾ പൂർണ്ണമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ് വീട്ടിലിരുന്നാലും ചെയ്യാൻ പറ്റും. അതെല്ലാവരും ശ്രദ്ധിക്കുക. ബി വിത്ത് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിന്റെ മാറ്റത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് സക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ബിസിനസിന്റെ ഉന്നത തലങ്ങളിലേക്ക് പോകുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ വാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ചോദിക്കാനുള്ള സമയമാണ്. ടൈം ഫോർ അൺമ്യൂട്ട്. സർ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സർ, ട്യൂൺ യുവർ മൈൻഡ് ക്ലാസ് ഞാൻ ജോയിൻ ചെയ്തു, പക്ഷെ എനിക്കത് വരുന്നില്ല. നമ്മള് സാറ് ഒരു ക്ലാസ് തന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 10 സീക്രട്സ് ഓഫ് സക്സസ് ആണ് വരുന്നത്. എന്ത് ചെയ്യണം സർ? ശശികല മുരളി, ആ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഈ ക്ലാസ് ക്ലോസ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും താങ്ക് യു വെരി മച്ച്.